ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിന്റെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ, പ്രജോദ് ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. കലാകാരന്മാരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അവർ ആ സ്നേഹം അവർ എപ്പോ കണ്ടാലും പ്രകടിപ്പിക്കുന്ന കാലിക്കറ്റ് എന്ന് പറഞ്ഞ നാട്ടിൽ നിന്നാണ് നമ്മുടെ ഓഡിയൻസ് വന്നിട്ടുള്ളത്. അവരും കലാകാരന്മാരാണ്. ബിഗ് ബാൻഡ് എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പിലെ അംഗങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് സാധനം സജി ചേട്ടനുണ്ട്, മനോജ് വലഞ്ചുഴിയുണ്ട്, കൂടെ സുമിയും. വേറെ വണ്ടി നേരെ 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 പോ, വണ്ടി നേരെ 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 അങ്ങനെ കൊണ്ടുവന്നേ, എന്നെ കൊണ്ടുവന്നേ. ഇതായോ ഇതായോ ആരും കണ്ടുപിടിച്ചോ, ആരും കണ്ടുപിടിച്ചോ. ജയോ ജയോ 2 മിനിറ്റൂടെ നീ ഓടിയായിരുന്നെങ്കിൽ എന്റെ നാക്ക് വന്ന് പാദത്തെ നക്കിയേനെയായിരുന്നു. എടി ശോശാമേ, നീ എന്തോ ദോഷാമേ കാണിക്കുന്നത്. ഞാനല്ല, ഈ വണ്ടി പിടിച്ചെടുത്ത് നിന്നില്ലെന്ന്. ഈ വണ്ടി എന്റെ കൂട്ടല്ലടി. അതെന്തോ അങ്ങനെ പറഞ്ഞത്? നീ പിടിക്കുന്നിടത്ത് നിൽക്കാൻ വേണ്ടി. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടേടി. വലിയതിനെ നിർത്തിയത് ഞാന്. അതല്ലെന്ന്, ഇനിയെങ്കിലും നിന്റെ സ്കൂട്ടർ പഠിത്തം ഒന്ന് നിർത്തിക്കൂടെയെന്ന്. ഞാൻ അങ്ങനെ പറയരുത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിന്റെ പുറയിൽ ഇങ്ങനെ പട്ടിയെ പോലെ ഓടിക്കുന്നു. ഒറ്റയ്ക്ക് സ്കൂട്ടർ ഓടിച്ച് ലോകം ചുറ്റി റെക്കോർഡ് നേടുന്ന ഒരു വനിതയാണ്. അതാ എന്റെ പാഷന്. ഇനി നിന്റെ പാഷ മൂത്താൽ നിന്റെ പാഷാണെന്ന് ഞാൻ കൊല്ലുപടി. നമ്മൾ രണ്ടും കൂടെ എന്റെ വീട്ടിൽ പോയപ്പോഴേ നാത്തൂനോട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, നാത്തൂനെ ഞാൻ സ്കൂട്ടർ പഠിക്കാൻ പോകുന്ന പറഞ്ഞപ്പോ അവിടെ മുഖമൊന്ന് കാണുമായിരുന്നു. ഇത്രയും കയറി അങ്ങ് വീർത്തു. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ നിങ്ങള്? ഞാൻ നിന്റെ പപ്പയെ ശ്രദ്ധിക്കുമായിരുന്നു. അതെന്തുവാ? ഒരു മനുഷ്യന്റെ എത്ര ചെല്ലിയ പണിക്ക് പോവാതെ ഇങ്ങനെ മൂട്ടയ്ക്ക് ഞാൻ ആലോചിക്കുമായിരുന്നു. അതല്ല, നാത്തൂന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവള് കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും, വേണമെങ്കിൽ അവള് വിമാനം വരെ ഓടിക്കും. ഇത്തിപ്പോലും പോകുന്നൊരു സ്കൂട്ടർ ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ മട്ടും പാവം അങ്ങ് മാറി അങ്ങ്. ശോശാമ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ആന പിണ്ട വിടുന്ന കണ്ടിട്ട് മുയൽ കണ്ണുരുട്ടല്ലേ. മുയൽ എന്തോ ചെയ്യണമായിരുന്നു? ആന ഇട്ട പിണ്ട ഉരുട്ടിക്കൊണ്ട് നടക്കണമായിരുന്നു. ഇതൊന്നും ഉരുട്ടാൻ നോക്കടി, ഇതൊന്നും ഉരുട്ടാൻ നോക്കടി. ദേഷ്യപ്പെടുത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് എന്റെ കുഴപ്പം കൊണ്ടല്ല വണ്ടി പഠിക്കാൻ പറ്റത്ത്. ഇങ്ങോട്ട് വന്നേ, ഈ കണ്ണാടിയിലൊന്ന് നോക്കിക്കേ. ഇല്ലാത്തോണ്ട് ഞാൻ അന്ന് തെറ്റിദ്ധരിച്ചു. ഉണ്ടാക്കി വെച്ചേക്കുന്നു. എന്തുവാ മിറർ? അതാ പറഞ്ഞേ, ഈ മിറർ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനം എന്റെ കണ്ണിന്റെ റെറ്റിനയുടെ കാഴ്ചയെ വികൃതമാക്കുകയും ഞാൻ റോഡിലോട്ട് നോക്കുമ്പോൾ മായക്കാഴ്ചകൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിൽ എന്റെ ശ്രദ്ധ മാഞ്ഞു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. ശാസ്ത്രം ഇത്രയും വളർത്തിയിട്ടും ഈ ചെറിയ സ്കൂട്ടർ ഓടിക്കാൻ നിനക്ക് അറിയത്തില്ലോടി? അയ്യോ, എന്തോ ഉണ്ടാക്കി വെച്ചേക്കോ. ഈ കണ്ണാടി ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ പുറകെ വരുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. അതിനങ്ങനല്ലല്ലോ ഞാൻ വണ്ടി ഓടിക്കുന്നത്. ഞാൻ തെക്കും പക്കും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം നോക്കിയാ വണ്ടി ഓടിക്കുന്നത്. നിനക്ക് വായി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ സൈഡ് മിറർ ഏത് വണ്ടിക്കും അനിവാര്യമാണ്. ആണോ? എന്നാ പിന്നെ ഇത്രയും നീളം വരുന്ന തീവണ്ടിക്ക് എന്താ സൈഡ് മിറർ വെക്കാത്തെ? കണ്ടോ, എന്തോ ആലോചിക്കുന്നുണ്ട്. കിടക്കൊരു സാധനം വരുന്നുണ്ട്. എന്ത്? ഇനി ഇമാതിരി ചോദ്യം ചോദിച്ചാൽ നിന്നെ ഏതേലും കുഴിക്കകത്ത് ഞാൻ കൊണ്ട് കളയപടി. എന്നാ ഇച്ചാല് തെറ്റിപ്പോയി. എന്താ? ഏത് പാതാളത്തിൽ കൊണ്ട് കളഞ്ഞാലും കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വരും. അല്ല, അവസരത്തിൽ നിൽക്കാൻ വേണ്ടി. എന്നെ കുറ്റം പറയാൻ സ്കൂട്ടർ പഠിക്കാൻ നേരം അവരുടെ ഭർത്താക്കന്മാർ ഇതുപോലെ പുറകെ നടന്ന് ശല്യം ചെയ്തില്ലായിരുന്നു. അവളുമാർ ഇഷ്ടം പോലെ ഓടിച്ച് പഠിക്കുമായിരുന്നു. അവന്മാര് മനഃപൂർവ്വം പോവായിരുന്നത്. അവളുമാർ എങ്ങോട്ടേലും പോയി രക്ഷപ്പെട്ടേനായിരുന്നു. അവന്മാര് പോകാഞ്ഞത്. അതുപോലല്ല നിങ്ങൾ. പിന്നെ നിനക്ക് അറിയാം. പറയാം, നിങ്ങൾ വെറും ഉണ്ടാക്കണം. കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. എന്നെ പഠിപ്പിക്കാൻ പറ്റുവോ ഇല്ലയോ? പഠിപ്പിക്കാൻ കയറിയിരിക്കണം. അതെന്ത്? ഇത് ഭയങ്കര ടൈറ്റും ഇത് ഭയങ്കര ലൂസും. ഇത് ആക്സിലേറ്റർ. ഇങ്ങനെ പിടിക്കുമ്പോ നമ്മൾ മുന്നോട്ടങ്ങ് പോകും. ആണോ? അപ്പുറത്തെ തോമസ് ചായനെ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അതെന്റെ ആക്സിലേറ്ററിലല്ല പിടിച്ച, എന്റെ പെടലിക്കാ പുള്ളി പിടിച്ചു. വിട്ടേരെ വണ്ടി കേട്ടോ. ചാവി പിടിച്ച് തിരി ആദ്യം. ചാവി പിടിച്ച് ചിരിക്കാൻ പറഞ്ഞു. ചാവി
ഈ താക്കോല് കയറ്റി നിനക്ക് ശ്രദ്ധയില്ല താക്കോല് കയറ്റി അങ്ങോട്ടെ അടുക്കള കഥ അടച്ചായിരുന്നു ചായ. അത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അടുക്കള കഥ അടക്കണമെന്ന് രാവിലെ സ്കൂട്ടർ പോക്കി ഇറങ്ങിയില്ലോടി അടുക്കള കഥ ഞാൻ അടച്ചു എനിക്ക് വയ്യ കൊടുത്തിട്ട് ചവിട്ടി പരിക്കാത്തോടെ അടക്കാൻ ഫ്രണ്ട് കഥ അടച്ചായിരുന്നു. ഫ്രണ്ട് കഥവും അടച്ചു ഗേറ്റും അടച്ചു ഗേറ്റിന് അവിടെ ഞാനൊരു ബോർഡ് എഴുതി വെച്ചു. എന്താ ബോർഡ്? ഞാൻ എന്റെ ഭാര്യയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാ ഞങ്ങൾ എന്നേലും കാലത്ത് തിരിച്ചു വരും. അതെനിക്ക് അവരൊക്കെ എന്താ വിചാരിക്കും? അതെന്തിനാ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചെന്തോ നിങ്ങള്? വീട് അടച്ചു പൂട്ടിട്ട് നമ്മളെ കാണാത്തപ്പോ ആൾക്കാർ വിചാരിക്കും നമ്മളകത്ത് നരബലിയോ കൂടോത്രോ ചായ ആഞ്ഞു തള്ളും. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ 3 കാറും 3 ടിപ്പർ 3 ആന ഉണ്ടായിരുന്നു. നിർത്തിക്കേ. പാ കൊണ്ട് തള്ളാനല്ല പറഞ്ഞ വണ്ടി കെട്ടി തള്ളാൻ. പോട്ടെ. ശരിക്കും പിടിച്ചു പോട്ടെ 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 ഇടത്തോട്ട് പോട്ടെ പോട്ടെ. കാലെടുത്തകത്ത് രണ്ട് കാലെടുത്തകത്ത് വെക്ക്. 2 കാലം എടുത്താൽ ഇനി എന്തോ ചെയ്യണം? നീ ഇത് പത്രം വായിക്കടി അവിടെ 2 കാലം എടുത്തോ പത്രം വായിക്കടി 2 കാലം അകത്ത് കയറ്റിട്ട് മുന്നോട്ട് പോട്ടെ നീ എന്താ എടി എടി നിന്റെ തല പിടിക്കാൻ ഈ സ്പീഡോമീറ്റർ അടിക്കാത്തറിയോ? അത് പിന്നെ വർക്ക് ആവത്തില്ല അതുകൊണ്ട് എവിടെയാണ് ഈ സ്പീഡോമീറ്റർ ഇരിക്കുന്നത്? കൈ കൊടുക്ക നടക്കാൻ പഠിച്ചില്ല നിങ്ങൾ. നാളെ നീ റേഷൻ കട പോയിക്കോണം. എന്തോ പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞ എന്റെ ഫിംഗർ പ്രിന്റ് മൊത്തം കൂടെ പോയി. ചാട്ടി തിരിച്ചോ ചാട്ടി ആ പോട്ടെ നീ എന്താണ് നീ തന്നെ ഓടിച്ചു പഠിച്ചത്? നീ തന്നെ ഓടിച്ചത് ചൈനയിൽ പഠിപ്പിക്കത്തില്ലയോ? ഞാൻ പഠിപ്പിക്കുന്നത് നീ തന്നെ കൊണ്ട് പഠിപ്പിക്കാൻ ചൈനയിൽ പഠിപ്പിക്കത്തില്ലേ? പഠിപ്പിക്കുന്നില്ല ഞാൻ നിന്നെ. എനിക്ക് വയ്യായിരിക്കും എനിക്ക് വയ്യ ഓടി ഓടി ചാവാൻ എനിക്ക് വയ്യായിരിക്കും. വേണ്ട നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എന്റെ പപ്പ ഉണ്ടല്ലോ എന്റെ പപ്പ എന്നെ പഠിപ്പിക്കും. ഇവിടെ പാപ്പ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു 2 ചുവട് വെച്ചിട്ട് 3ാമത്തെ ചുവടിന് കാലിനോട് അനുവാദം ചോദിക്കുന്നവനാ നിന്നെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കേണ്ടി വന്നു. കളിയാക്കൊന്നും വേണ്ട. എന്റെ പപ്പ കണ്ടിട്ടില്ലാത്ത വണ്ടി ഒന്നും ഇപ്പൊ ഈ നേരത്തിക്കൂടെ ഓടുന്നില്ല. കേട്ടോ CCTV അല്ലാണ്ട് അപ്പുറത്ത് ഇച്ചയിരിക്കുന്നത് എപ്പോഴും നോക്കിയാൽ ഇവിടെ പപ്പ ഔസേപ്പ് കഴിഞ്ഞ സന്ധ്യയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ ഇളയ ചേർക്കാൻ റിമോട്ട് കാർ ഓടിക്കുന്ന കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ പെരക്കകത്ത് കയറി ഇരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തതാവൻ. എന്നിട്ട് എപ്പോൾ ഞാൻ കണ്ടാലും 2 കുരിശ്. പപ്പയുടെ കയ്യിൽ ഒരു കുരിശേ ഉള്ളൂ. ഒന്നുമില്ല പപ്പ. നിങ്ങളെ കാട്ടി എന്തുമായാലും ബുദ്ധിയും വിവരമുള്ള മനുഷ്യനാണ് എന്റെ പപ്പ. ഭയങ്കര ബുദ്ധിയുള്ളത് ഇവരുടെ പപ്പായ്ക്ക്. ഇവരെ വീട്ടിൽ ആദ്യമായിട്ട് ടേബിൾ ഫാൻ വാങ്ങിച്ചിട്ട് അതിന്റെ സൗകര്യാർത്ഥം ഇങ്ങനെ നടന്ന് കാറ്റ് കൊണ്ടുവന്ന അവൻ. അന്നേരം അവൻ അറിയത്തില്ല ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞായിരുന്നെങ്കിൽ ആ റൊട്ടേറ്റ് നീക്കി ഉടനെ കാറ്റ് കൊള്ളാം. നിന്റെ പപ്പയുടെ ബുദ്ധി. നല്ല ഒന്നാന്തരം ഒരു വീട് വാർക്ക വെച്ച നല്ല ഒന്നാന്തരം ഒരു വീട് അവിടെ കിടന്നിട്ട് ഈ മൈതാനത്ത് കിടന്ന് വടക്കൊണ്ടാക്കില്ല നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ഉണ്ടായതൊക്കെ. ആ വീട്ടിൽ കിടന്ന് വടക്കൊണ്ടാക്കി 4 ചുവരിനും അടിച്ച് എന്റെ തെറി ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. എനിക്ക് കൺഫ്യൂഷൻ അടിക്കും പറഞ്ഞ നടക്കൂടി എന്തോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല നേരാ. പക്ഷെ നിങ്ങളെ ഓടിക്കാൻ എനിക്ക് നിമിഷ നേരം കൊണ്ട് മതി. അത് പേടിച്ച് നിങ്ങളുടെ തല പറിച്ച കാരണം കേൾക്കാഞ്ഞത്. ആണോ എന്നെ പഠിപ്പിക്കാൻ നല്ല നട്ടലുള്ള ആണുങ്ങൾ ഇവിടെ കാണാൻ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ എനിക്കും കൂടെ തോന്നണം കേട്ടോ. അതെ ഞാൻ തന്നെത്താനെ വണ്ടി ഓടിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റിൽ വന്ന് ഹോൺ അടിക്കുമ്പോ ചമ്മയെ മോന്തമായിട്ട് ഒന്ന് തുറന്നിടണം. പറഞ്ഞ ഗേറ്റ് തുറക്കാൻ ഇന്ന് എനിക്ക് ഒന്നറിയണം തന്നെത്താനെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എന്തുമായാലും നമ്മൾ അവിടുന്ന് തന്നെത്താനെ വരുന്നു തന്നെത്താനെ പോകുന്നു. ഇതൊക്കെ ഞാൻ സൺഡേ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിമിഷം ലോകം ചുറ്റാൻ പോയോ? ഇവിടെ എവിടെ പോയതോ? ഷമ്മോ അതിലില്ല. ഷമ്മോ ആ നിക്കുന്ന എന്റെ കെട്ടിയോനതെ നടന്നു ഒന്നും പറയല്ലേ അയാൾ എന്നെ പിടിച്ച് ഇടിക്കും. അയ്യോ പേടിക്കണ്ട ഞാൻ നൈസായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ചോളാം. ചായ ഒന്നും പറയല്ലേ ചായ വഴക്കൊന്നും പറയല്ലേ സാറ് പറഞ്ഞോളൂ. അല്ല നടന്നല്ല സാറ് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ ജി ബേബി ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട് തിന്നിട്ടുണ്ട്. എന്ത് ജിലേബി? ജിലേബി എന്നല്ല ഞാൻ എന്റെ പേരാ പറഞ്ഞത്. താങ്കളുടെ ഗുഡ് നെയിം പ്ലീസ്. ഇടുക്കുള.
നിങ്ങളല്ലേ പറഞ്ഞ ഇടിക്കുമെന്ന്, ഇപ്പൊ പറയുന്നത് ഇടിക്കൂലെന്ന്. ഇടിക്കൂലെന്ന് പറഞ്ഞാൽ ആളുടെ പേരാ പറഞ്ഞത് ഇടിക്കുള. ആ മിസ്റ്റർ ഇടിക്കട്ടാ, ഇരിക്കട്ടെ. ആ മിസ്റ്റർ ഗുളുകുള, നിങ്ങളെയല്ല ഇടിക്കുള. ആ ഇടിക്കുള. പിന്നെ പേര് ഉണ്ടാക്കി വെച്ചിട്ട് അതായത് താങ്കളുടെ ഭാര്യ വണ്ടിയുമായിട്ട് വന്ന് എന്റെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് മുട്ടി. കുട്ടിയോ കേറി, ഇതിന്റെ അന്തരം പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോകുന്നില്ല. നീ ഒരുപാട് സ്കൂളിലോട്ട് ഞാൻ പഠിക്കുന്നില്ല. Stop it! എന്താ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഭാര്യയോട് സംസാരിക്കുമ്പോൾ സമാധാനത്തിൽ കൂളോടുകൂടി സംസാരിക്കണം. ഇത് സാറ് പറഞ്ഞ എങ്ങനെ സംസാരിക്കണം? ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അതായത് ഞാനൊരു പക്ഷി ഗവേഷകനാണ്. നിനക്ക് ഞാൻ കാക്കയെ പിടിച്ചെടുത്ത് തരണോ അതിന്? ചേടാ അതിന്റെ ആവശ്യമില്ല, ഞാൻ പറയുന്ന ഒന്ന് സമാധാനത്തിൽ കേൾക്കാം. ഓക്കെ, താങ്കളുടെ ഭാര്യ എന്റെ വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടുവന്ന് മുട്ടിയപ്പോ എന്റെ 4 കിളികളാ പറന്നു പോയത്. ഇവരുടെ തലയിലാണ് ഞാൻ ഇടിച്ചത്. അല്ല അവർ വീട്ടിലുണ്ടായിരുന്ന കിളികൾ പോയല്ലോ. ആണോ? എന്നിട്ട് നിങ്ങൾ ആകാശത്തെ കിളികൾ ഇങ്ങനെ പാറി പറക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിനിപ്പോ എന്താ വേണം? അതിനെ അതിന്റെ മാതാപിതാക്കൾ പറക്കാൻ പഠിപ്പിക്കുന്നതാ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പറക്കാൻ പഠിപ്പിക്കണം. പറക്കാനോ? എന്താ പറക്കാൻ പഠിപ്പിക്കുന്നത്? ഇത് പറക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ പറക്കാൻ സ്കൂട്ടറിൽ പറക്കാൻ പഠിപ്പിക്കണം. വീട്ടിലങ്ങ് പറന്നൊന്നും പോകണ്ട, ചെറുക മര്യാദക്ക് പോയാൽ മതി. അയ്യോ, ഞാനെങ്ങാനും വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്റെ ഈശ്വര, 100, 110 അങ്ങോട്ട് ഒരൊന്നും കാണാൻ പറ്റത്തില്ല. എനിക്കും കാണാൻ പറ്റത്തില്ല, എന്നെയും കാണാൻ പറ്റത്തില്ല. പക്ഷെ സൈഡിൽ നിന്ന് ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ ചിലപ്പോ കേൾക്കും. എന്താ? വാ കാച്ച. അക്കച്ചാന്നോ? ആ എന്താ? വായുകുളി വാങ്ങിക്കാൻ പോണാടാ, കാലനും വേണ്ടടാ, നിന്നെ പോയി ചത്തോളാ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാനൊന്നും കേൾക്കാറില്ല. പക്ഷെ ഞാൻ എന്നാലും പറപ്പിക്കും, 100 പറപ്പിക്കും. അതുപോലെ സമാധാനത്തിന് ഇവരെ പഠിപ്പിക്കണം. ഫുള്ള് കമ്പിയല്ലേ? അതെ, എന്തോ ഇങ്ങനെ അല്ല ഫുള്ള് കമ്പി ഇട്ടേക്കോ അല്ലേ? എവിടെ? അല്ല വർത്തമാനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഫുള്ള് കമ്പി ഇട്ടേക്കോ. ഉള്ളൂ അങ്ങനെ എവിടെയെല്ലാം പെർമനന്റാ. പെർമനന്റ് തുരുമ്പിച്ചാർന്ന് ഇവര് ഇളക്കം അങ്ങ് തീർന്നേനായിരുന്നു. കണ്ടോ അയാളുടെ ഭാര്യ ഭാഗ്യം ചെയ്തതാ. അല്ലെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ തത്തമ്മ. അത്തമ്മ കല്യാണം കഴിച്ച വൃത്തികെട്ടോനെ. ഇടാ, എന്റെ ഭാര്യയുടെ പേര് ചിന്നമ്മ. എന്റെ എളുപ്പത്തിന് ഇഷ്ടത്തിനും ഞാൻ തത്തമ്മ ഇട്ടിരിക്കുന്നു. തത്തമ്മ എന്ത് ചെയ്യും? തത്തമ്മ വേറെ പറന്നു പോയി. കൂട് വിട്ട് കൂട് മാറ്റം. അതെ, അങ്ങനെയും പറയാം. ഡിവോഴ്സിനാണോ? യെസ്. ഞാനിപ്പോഴും റിസർച്ചിലാ. എന്തിന്? അതായത് ഈ ലവ് ബേഴ്സിൽ നിന്ന് എങ്ങനെ പരിധിനെ ഉണ്ടാക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മളെ ഒട്ടക പക്ഷി നമ്മളെ മുഖത്തോട് നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കാം. അവിടെ അതിനെ സംസാരിപ്പിക്കണം. അതാണ് എന്റെ ഐഡിയ. സമേ നമുക്ക് പോയേക്കാം. നമ്മളെ വെച്ച് പിന്നെ ഏതായാലും കിളിയെ ഉണ്ടാക്കിയേക്കും. സാറേ സ്കൂട്ടർ എവിടെന്ന് അറിഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് പോയേക്കായിരുന്നു. സ്കൂട്ടർ എന്റെ ബെഡ്റൂമിൽ കട്ടിലിന്റെ അടിയിലുണ്ട്. തേങ്ങ ഉണക്കി അട്ടക്കുന്ന കാര്യമല്ല ചോദിച്ചത്, ഞങ്ങളുടെ സ്കൂട്ടറിന്റെ കാര്യമോ? അതാ ഞാൻ പറഞ്ഞത്, എന്റെ ബെഡിന്റെ അടിയിലുണ്ട് നിങ്ങളെ സ്കൂട്ടർ. എന്താ സംഭവം? എന്താ സംഭവം എന്താ? അതായത് ഞാൻ ഈ പക്ഷികൾ നിരീക്ഷിക്കാൻ വേണ്ടിട്ട് ബെഡ്റൂമിൽ ഇങ്ങനെ ജനലിൽ കൂടെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്താന്ന് ഞാൻ പറയാം. പറയണ്ട, ഇത്ര നേരം പ്രാന്ത് പറഞ്ഞപ്പോഴും നോക്കിയിരുന്നു. പക്ഷേ ഈ പ്രാന്തിന്റെ വാക്കുകൾ എനിക്ക് വലിയ വിലയുള്ള സാധനമാണ്. അല്ല അതിനെക്കാട്ടി നല്ലത് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ പറയാം. അതായത് ഞാൻ എന്റെ ബെഡ്റൂമില് പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിലും തകർത്തുകൊണ്ട് പറന്നു വന്നില്ലേ. ഏത് കിളി? കിളിയല്ല, നിങ്ങളുടെ ഭാര്യ. എന്നിട്ട് ഞാൻ നേരെ കൈക്ക് പിടിച്ച് കെട്ടിലോട്ട് കിടത്തി. ഇല്ലെങ്കിൽ ചോറിൽ അടിച്ച് തീർന്നേനെ. എന്തുവാ? അല്ല മൈക്കിന്റെ ശബ്ദം പോയാലും അറിയാൻ വേണ്ടിയാ. ആക്ഷൻ പ്ലേ, ഭയങ്കര ആക്ഷൻ പ്ലേ. ഞാൻ പറയാം സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറയാം. ഇവിടെ വെച്ചാണ് ഇത് തിരിയാൻ പോകുന്നത്. അപ്പൊ അതെനിക്ക് അറിയണം, സംഭവം അറിയണം. എന്താ സംഭവം എന്ന് പറയുന്നത്? ബെഡ്റൂമില് പറഞ്ഞത് തന്നെ എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ളൂ. അതായത് പറന്നിങ്ങനെ വന്നല്ല, പറഞ്ഞു അവിടെ കിടക്കട്ടെ. ഈ കൈക്ക് പിടിച്ച സംഭവം കൈക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കിടത്തി. നീ മിണ്ടല്ലേ, എനിക്ക് ഇതാണത്. കൈക്ക് പിടിച്ച് കട്ടിലോട്ട് കിടത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അത് കണ്ടിട്ട് മറ്റൊരാൾ വന്ന് പറയുമ്പോൾ അവന്റെ മുഖത്തൊരു ഭീതി ആയിരിക്കും ഉണ്ടാവണം. ഇവന്റെ മുഖത്ത് ഭയങ്കര ലാഘവം. ഈ ആക്സിഡന്റ് ഇടയ്ക്ക് എന്തോ ഒരു ഇൻസിഡന്റ് നടന്നു. നീ പറയണ്ട, നീ മിണ്ടിപ്പോയല്ലേ. എടി നിനക്ക് ഇവരെ അറിയാവടി? നിനക്ക് ഇവളെ അറിയാവടാ? ഞാൻ ഈ കളി ആദ്യമായിട്ടാ കാണുന്നത്. ക്ലിയോ? അല്ല, ഞാൻ നിങ്ങളെ പെണ്ണുമ്പിളെ ആദ്യമായിട്ടാ കാണുന്നത്. നീ ലോകം ചുറ്റി കറങ്ങാന്ന് പറഞ്ഞ കള്ളകാരത്തിലോടി, ഇതിന്റെ കള്ളക്കാമൂന്റെ കൂടെ കറങ്ങാൻ വേണ്ടിയില്ലോടി നീ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാൻ പോയത്. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല. മാഞ്ഞായിട്ട് സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വാത്തക്കോടി കൊണ്ട് നിന്നെ കൊത്തിക്കും. വാത്തക്കോട്ടം മുട്ട ഞാൻ ചവിട്ടി പിടിക്കാം. സത്യാവസ്ഥ ഞാൻ എന്തോന്ന് പറയാൻ? നീ പറയണ്ട, എനിക്ക് നീ ഒന്നും കേൾക്കണ്ട. രണ്ടുപേരും ഇവിടെ എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച എന്റെ സ്കൂട്ടർ കൊണ്ട് ഞാൻ പോയിക്കോളാം. ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞില്ലേ ആക്ക് ദേഷ്യമുള്ളതാന്ന്. ടെൻഷൻ അടിക്കണ്ട. എന്തിനാ? ചില കിളികൾ ഇങ്ങനെ പെട്ടെന്ന് ഇണങ്ങത്തില്ല. എല്ലാം ശരിയാവോന്ന്. അകന്ന് നിക്കണ്ടാടി. അവൻ കാക്കയുടെ കയ്യിലും കത്ത് കൊടുത്തു വിടും നിനക്ക് വേണ്ടി. ഞാൻ പോവാ. അതെന്തോ ഒരു സൗണ്ട് കേട്ടെ. അങ്ങ് എവിടെയോ ടിപ്പറിൽ ലോഡ് ഇറക്കുന്ന ശബ്ദം. അതെ, നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് പരിസ്ഥിതിക്കോ? അല്ല, പരിസ്ഥിതിക്കല്ല, പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു 2 ജോഡി ലവ് ബേഴ്സിനെ തരട്ടെ. എന്തിന്? ചുമ്മാ ചലച്ചോണ്ടിരിക്കും, കേൾക്കാൻ നല്ല രസമാ. എനിക്ക് നമ്മുടെ സ്കൂട്ടറിൽ ബ്രേക്ക് ഇല്ലായിരുന്നു. എന്തുവാ? നമ്മുടെ സ്കൂട്ടറിൽ ബ്രേക്ക് ഇല്ലായിരുന്നു. ബ്രേക്ക് ഇല്ല അല്ലയോ? ഇത് തന്നെ കുറെ നേരമായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. ഇപ്പൊ ബ്രേക്ക്
ബ്രേക്ക് ഇല്ല, ചില സമയത്ത് നിങ്ങളുടെ നാക്കിനും ബ്രേക്ക് ഇല്ല. സോറി ശോശാമ്മേ. അവിടെ ഇരിക്കണം, അവിടെ ഇടിച്ചതാ അവിടെ തന്നെ. കണ്ടോ എന്റെ കൂട്ടിക്കിടക്കണ ഇണക്കിളികളെ പോലെ. ഓടാ പല്ല പക്ഷി. നല്ല കിടില സ്കിറ്റ്, ഒരു നല്ല കൈഡി ഷാജോൻ ചേട്ടാ. നല്ല കിടുക്കാച്ച സ്കിറ്റായിരുന്നു. ഉഗ്രൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു മറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഉഗ്രനായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു, അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. സുമി ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. കാര്യം അങ്ങനെ പറയാൻ കാരണം, നമുക്ക് പാട്ട് പാടുന്ന ഒരാൾക്ക് പാട്ട് പാടാൻ അറിയാൻ മേലാത്ത പോലെ അഭിനയിക്കുക, അതുപോലെ തന്നെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത പോലെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സുമി ഗംഭീരമായിരുന്നു. സുമി ഒരു അസാധ്യ ആക്ടറാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊന്നുകൂടെ സുമി പ്രൂവ് ചെയ്തു. എന്ത് രസമായിരുന്നു അറിയോ സുമി, ഗംഭീരമായിരുന്നു. പിന്നെ തൊട്ടു പുറകെ വന്ന ഭർത്താവ് മനോജെ, ഒരു രക്ഷയില്ലായിരുന്നു മനോജ്, അസലായിരുന്നു കേട്ടോ മനോജ്. നിങ്ങൾ 2 പേരോട് നിന്നങ്ങോട്ട് തകർക്കുകയായിരുന്നുള്ളതാണ്. സാധാരണ 3 പേരുള്ള ഒരു സ്കിറ്റിൽ, ഞാൻ ഓപ്പൺ ആയിട്ടോ, ഒരു സ്കിറ്റിൽ നമ്മൾ മൂന്നാമതൊരാൾ വരാതെ 2 പേര് നിൽക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണം. മൂന്നാമത് ഇനി ഒരാൾ വന്നു കഴിയുമ്പോണ്ടല്ലോ വേറെ. ഇത് മൂന്നാമതൊരാൾ വരാതിരുന്നതിൻ്റെതായ യാതൊരു കുറവുകളും അറിയുക. നിങ്ങൾ 2 പേര് നിന്നങ്ങ് പൊരിക്കുകയായിരുന്നു. അതിന് പുറകെ സജി വന്നു. സജി നന്നായിട്ട് പെർഫോം ചെയ്തു, നന്നായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയായിരുന്നു, നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്നൊരു കഥയിൽ നിന്നും കുറച്ച് സമയം ഒന്ന് മാറിപ്പോയി സ്കിറ്റ് മൊത്തത്തിൽ. മനസ്സിലായല്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലൈമാക്സിലോട്ട് വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ നന്നായി എന്നുള്ളതാണ് എനിക്കൊരു സജഷൻ ഉള്ളത്. പുള്ളി പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ സുമിക്ക് അല്ല ഞാൻ ഒന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ടേ, അല്ല ഞാനൊന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഇങ്ങനെ 1-2 ചെറിയ കാര്യങ്ങൾ, പക്ഷെ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നമ്മൾ കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞപ്പം ത്രൂ ഔട്ട് നമ്മൾ ആ ചിരി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഒരു ഫുൾ സ്കിറ്റിന് തരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചിരി ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ തന്നു എന്നുള്ളതാണ്. 3 പേരും ഗംഭീരമായിരുന്നു. നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല തമാശകളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജോൻ ചേട്ടാ. നസീർക്ക, ഞാൻ ക്ലൈമാക്സിൽ തുടങ്ങാം. കാര്യം ക്ലൈമാക്സ് ആ ഭാഗം വന്നപ്പോഴാണ് നമുക്കൊരു ചെറിയ ഒരു ചിരിയില്ലായ്മ ഫീൽ ചെയ്തത്. കാര്യം ആ വന്ന ക്യാരക്ടർ പക്ഷി നിരീക്ഷകൻ വന്നപ്പോഴാണ് അതും ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. കാര്യം ഇതുമായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും ഭാഗം നമുക്ക് ഒരു ചെറിയ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്ത്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നതിൻ്റെ ആ സുഖമില്ലാതെ പോയത് ആ ഒരു കാര്യത്തിലാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരാം. എൻ്റെ പൊന്നെ സുമി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ നാക്ക് നീട്ടിയിട്ട് ഞാൻ വിചാരിച്ച് കാല് നക്കിയെന്ന് പറഞ്ഞു. എന്ത് രസമായിരുന്നു കേട്ടോ. നിങ്ങൾ 2 പേരും കൂടെ നിന്നാണ് ഒരു 3/4% ഈ സാധനം കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് സജി മോശമാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ എടുത്ത ആ ക്യാരക്ടറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ കോമഡി ഉണ്ട്. പക്ഷേ ആദ്യം വന്നതിൻ്റെ ആ ഒരു ഒഴുക്ക് നമുക്കവിടെ നഷ്ടപ്പെട്ടതേ ഉള്ളൂ. എങ്കിലും 100-ൽ 100 ഈ സ്കിറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞ കൗണ്ടറുകളെല്ലാം ഓരോന്നോരോന്ന് എടുത്തു പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാം എണ്ണി പറയാവുന്ന മുറ്റ് കൗണ്ടറുകളായിരുന്നില്ല. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, നല്ല അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ തകർത്തു വാരി എന്ന് പറയാം. കാര്യം നിങ്ങൾ ഈ പറയുന്ന പോലെ പെർഫോമൻസ് ബേസിൽ 2 പേര്, ഇപ്പോൾ സുമി ആണല്ലോ അതെ മനോജ് ആണല്ലോ. സുമി കൗണ്ടറുകൾ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഇതുവരെ കേൾക്കാത്ത കൗണ്ടറുകൾ നിങ്ങൾ ചാർട്ട് ചെയ്ത് വെച്ചാൽ മനോജ പറഞ്ഞ കാര്യം. വണ്ടി കയറിയിട്ട് സുമി കരയുമ്പോൾ ചോദിക്കും എന്താ കരയുന്നത്, ഇത് ടൈറ്റും മറ്റേ യൂസുമാണ്. നിങ്ങൾ 2 പേരും നിന്നങ്ങ് തകർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ചിരിച്ച് ശ്വാസം എടുക്കാനുള്ള ഒരു സ്പോട്ട് തരാതെ തകർത്ത് ചെയ്യായിരുന്നു. സുമി എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു കേട്ടോ സുമിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സജിയുടെ എൻട്രി വരുന്നത്. സജിയുടെ പറഞ്ഞ പോലെ ആ ക്യാരക്ടർ വേറെ ഏതെങ്കിലും, ഇപ്പം നമ്മൾ എവിടെ ആക്സിഡൻറ്റ് നടന്നാലും അയാളുടെ എൻട്രി എന്ന് പറയുന്നത് ദേഷ്യപ്പെട്ട ആൾ വരുള്ളൂ. കാരണം സജി ചൂടാകാൻ തുടങ്ങിയപ്പോഴാണ് അതൊരു എനർജി ആയത്. അതിനെ കോഴിയെ കൊണ്ട് കൊത്തിക്കും എന്ന് പറഞ്ഞൊരു സാധനം തൊട്ടൊന്ന് എനർജി. ആ ക്യാരക്ടർ ഒന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് മാറിയേനെ. അത് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്കും അറിയില്ല അത് എന്ത് സംഭവിച്ചെന്നുള്ളത്. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ഒരു സംഭവം 1% പോലും കുറയാതെ കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. അപ്പോ നസീർക്ക, നമുക്ക് കൈയോടെ മാർക്സ് ഒരു 22,000 രൂപ കൊടുക്കണം. 22,000. അത് ഇച്ചിരി കടന്നു പോയിട്ടോ പ്രചോദേട്ടാ. 22,000 രൂപ നസീർക്ക. ഞാനിപ്പോൾ 2 ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു 300 കൂട്ടി 25 കൊടുത്തു. അപ്പൊ 22, 25 ടോട്ടൽ 47,000 രൂപ ഓൾറെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ആയല്ലേ? ഹലോ ചേട്ടോ, എന്നാ പിന്നെ ഞാനും കുറയ്ക്കുന്നില്ല. അതാ കിടക്കുന്നു ടോട്ടൽ എമൗണ്ട് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ അടുത്ത സിൽവർ.
അപ്പോ സുമി പറഞ്ഞു തുടങ്ങട്ടെ, സന്തോഷം പറഞ്ഞു തുടങ്ങൂ. അതെ സുമി. സന്തോഷം. അയ്യോ സന്തോഷം. സ്ഥിരം പറയുന്നതാണല്ലോ, അത് വേണ്ട. അതെ. അല്ലാതെ ഈ സ്കിറ്റ് എത്ര പ്രാവശ്യം റിഹേഴ്സൽ ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്കി? സജിബായി ഇവിടെ ഇല്ലായിരുന്നു. സജിബായി വന്നത് ഇന്ന് രാവിലെയാണ് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്ത്. ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടാണ് പൂർണ്ണമായിട്ടും പ്രാക്ടീസ്. അല്ല, നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ പറഞ്ഞ കൗണ്ടറുകളെല്ലാം ഞാനോട് വലിയ പ്രാക്ടീസ് ചെയ്തില്ല. ഞങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. കണ്ടന്റ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു. അതാണ് സുമിയുടെ ഏറ്റവും വലിയ വിജയം. അതെ, നിങ്ങളൊരു കോമ്പിനേഷൻ ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതിലൊരു വിശ്വാസം ഉണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സജി എന്താ പറയാനുള്ള? ഇല്ല, സന്തോഷം. ഓക്കെ, നന്നായിരുന്നു. എത്രാമത്തെ സിൽവർ പഞ്ച? സിൽവർ 4 ആണ്. അടിപൊളി 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 അടിപൊളി. അപ്പോ ഇതേപോലെ ഉഷാറായിട്ട് അടുത്ത സ്കിറ്റുമായിട്ട് ചിരിപ്പിക്കാൻ വരും. ഓക്കെ, ബ്രേക്ക് ശരിയാക്കണം. കട്ടപ്പയുടെ അന്വേഷണം പറയണം. ശരിയപ്പോ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് മനു കുമാരി ഉണ്ട്, കൊച്ചുപ്രതിവേട്ടനുണ്ട്, കൂടെ സൂര്യശ്രീ. ലെറ്റ്സ് വെൽക്കം. ഏട്ടാ, ഏട്ടാ, ഓ ഇത്ര നേരമായിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റ്. എഴുന്നേറ്റു. നേരെ വെളുത്ത് കുറെ സമയമായി. രാവിലെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയി. ദേ ഈ ചന്ദനം തുടരുത്. അതെന്താ? ഞാൻ കുളിച്ചിട്ടില്ല. ആ സാരല്ല, ഇന്നത്തെ ദിവസം ഒരു കുറി തൊടാ. എന്നാ പിന്നെ ഒരു പഴവും തിന്ന. അയ്യോ, കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പല്ല് തേച്ചല്ലോ, കുഴപ്പമില്ല. എന്താ ഈ പതിവില്ലാതെ അമ്പലത്തിലോട്ടൊക്കെ? അയ്യോ, അപ്പൊ ചേട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഗ്രൂപ്പിലെ മലയാളി മംഗ ഗ്രൂപ്പിലെ രമണി ഇല്ലയോ എന്റെ കൂട്ടുകാരി, അവളുടെ ഭർത്താവിന് 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന്. എന്റെ ദൈവമേ, അഭിമാനിക്കുന്നടി. ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയതിൽ സത്യം പറഞ്ഞ ശരിക്കും അഭിമാനിക്കുന്നു. കാരണം സ്വന്തം കൂട്ടുകാരിയുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഉണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് അഭിമാനമാണ്. അല്ല, അത്ര അഭിമാനിക്കണ്ട. ഇന്ന് രാവിലെ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നു, ആ ലോട്ടറി കാണാനില്ലെന്നോ, ഷർട്ട് കഴിയപ്പോ അതങ്ങാണ്ട് കീറിപ്പോയെന്നോ എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപമാനിക്കുന്നടി. ഇത്രയും നല്ലൊരു അപമാനമുള്ളൊരു ഭാര്യയെ കിട്ടിയാലും ഞാൻ അപമാനിക്കുന്നു. ഇടി, നീ എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? ഈ സിന്ദൂരം തൊടിക്കും. സിന്ധുവിനെ തൊടാൻ നീ സമ്മതിക്കത്തില്ലല്ലോ. സിന്ദൂരെ എങ്ങാനും തൊട്ടാ നിങ്ങളുടെ കയ്യും കാലും കല്ലു പിടിച്ചാൽ അല്ല, ഞാൻ നീ പിന്നെ എന്തോ പറഞ്ഞത്? സിന്ദൂരം തൊടിക്കോന്ന്. ഇതാണ് എന്റെ ഭാര്യ. ഒരു ദിവസത്തിന്റെ ആരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ കൈകൊണ്ട് അവളുടെ തിരുനെറ്റിയിൽ സിന്ദൂരം ചേർത്തണം. അത്രയ്ക്ക് ഉത്തമയായ ഭാര്യയാണ് ഇവള്. എന്റെ ദൈവമേ. അയ്യോ, ഇതെന്നെ ഹോളിയാ? സിന്ദൂരം പോയ പോക്ക് നോക്കി. എന്റെ നെറ്റിയിലോട്ട് തൊടിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറയുടെ മേളിലോട്ട് അങ്ങോട്ട് തൊടിക്ക്. അവളല്ലയോ നിങ്ങളുടെ ഭാര്യ? 24 മണിക്കൂർ ഇതും കൊണ്ട് നിങ്ങൾ ആ ബാത്റൂമിനകത്തല്ലയോ മനുഷ്യ? എടി, ഞങ്ങൾ ആണുങ്ങൾ മാത്രമല്ല, ഇപ്പൊ എല്ലാ ആൾക്കാരും ബാത്റൂമിൽ പോകുന്നിടത്ത് ഫോണും കൊണ്ടാ പോകുന്നത്. നമ്മൾ ആദ്യം ബാത്റൂമിൽ ഇരുന്ന് പത്രം വായിക്കുമായിരുന്നു. ഇപ്പൊ ഫോൺ എടുത്ത് ചുമ്മാ ഇങ്ങനെ തോണ്ടി ഇരിക്കുന്നതിന്റെ ഒരു സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അച്ഛനെ വിളിക്കുന്ന കാര്യം എങ്ങനെ? എന്റെ അച്ഛനൊന്ന് വിളിക്കും. ഇതുപോലെ തന്തക്ക് വിളി കേൾക്കാൻ പാകിതാക്കുന്ന ഒരു പെണ്ണ് എന്തുവാടി ഇത്? എന്റെ അച്ഛനെ വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ അച്ഛനെ ഒന്ന് ഫോൺ വിളിക്കാൻ. എന്നാ വിളി. അയ്യോ അയ്യോ അല്ല, ഹലോയെ വെക്കേണ്ടത്. അയ്യോ, അതല്ല, അച്ഛൻ പരിധിക്ക് പുറത്താണ്. എന്നാ നിന്റെ അമ്മ വീട്ടിലോട്ട് വന്ന് കാണും. നിന്റെ അമ്മ എപ്പോ വീട്ടിൽ വന്ന് കയറുന്നോ അപ്പൊ ആ മനുഷ്യൻ പരിധിക്ക് പുറത്താ. സൈലന്റ് മൂഡ് ആക്ടിവേറ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഗോവേ നിന്നപ്പോ നിങ്ങൾ എന്തൊക്കെ എന്നോട് പറഞ്ഞത്? വന്നു കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോ, അല്ല അവിടെ കൊണ്ടുപോ, ഇവിടെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞില്ലേ എന്റെ അടുത്ത്? അവിടെ ഇവിടെ എല്ലാം എടിയില്ല, അവിടെ ഇവിടെ എല്ലാം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ആ ഒരു മൂഡിലാണല്ലോ ഞാനിപ്പോ നിക്കുന്നത്. കൊണ്ടുപോകും. ഞാൻ പോയി ചായ എടുത്തിട്ട് വരട്ടെ. പോയി ചായ എടു. ചായ മനസ്സിലാവുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരിക്കുന്നത്. അവളിപ്പോ ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോകുന്നു. ഒരു മനുഷ്യന്റെ വിഷമം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതെങ്ങനെയാ? ഈ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ഒരുത്തിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ പടി തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. എന്തോ പറയാനാണ് എന്റെ ദൈവമേ. ഫൽഗുണനല്ല, ഞാനിപ്പം നിർഗുണനാ. ഒരു ഗുണവും ഇല്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കും. അളിയ, ഇനി വാ. ഗോവയെന്നൊക്കെ വന്നിട്ട് പനിയൊന്നുമില്ലേ? പിന്നെ വന്നപ്പോ നല്ല മൂക്കൊലിപ്പും ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ആവി പിടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറി. നിനക്ക് പനി ചുമയുണ്ടോന്നല്ലേ ചോദിച്ചേ? പിന്നെ ഫെനിയില്ലേ? ഫെനിയുണ്ട്. ഫെനി ഇടുക്കളിയാ. ഫെനി എടുക്കളിയാന്ന് പറഞ്ഞാൽ ഒരു കുപ്പി താങ്ങുവോ? രണ്ട് ഫെനി അടിക്കളിയാ. ഒരു ഫെനി അങ്ങ് അടിച്ചാ മതി. കണ്ട ഗോവയെ വാറ്റിയ ഫെനിയാണ്.
നല്ല ഒന്നാം തരം കശു മാങ്ങൊക്കെ ഇട്ട് വാറ്റിയ ഫെനിയാ. എന്തോ അവിടെ പരിപാടി? എന്തോ അവിടെ പരിപാടി? മദ്യം കഴിക്കരുന്ന് പറഞ്ഞിട്ടില്ലയോ ഡോക്ടറോ? അല്ല ഞാൻ. നീ ഒന്ന് 2 പെഗ് അടിച്ചു കഴിഞ്ഞാ പിന്നെ മിണ്ടില്ല. ഇത്ര വൃത്തികെട്ട സ്വഭാവമൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടാ? എന്നാടാ 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ നിന്നെ നിനക്ക് മുണ്ടില്ലെന്ന് പറഞ്ഞ്. എടാ മുണ്ടില്ലെന്നല്ല, അവൾ എന്നോട് മിണ്ടില്ലെന്നാ പറഞ്ഞത്. ഇതാണോ? ചേട്ടൻ നോക്കിയോ, ചേട്ടനായതുകൊണ്ട് മാത്രം ഞാനങ്ങ് സമ്മതിക്കുക. 2 പെഗേ കൊടുക്കാവൂ. അത്രേ ഉള്ളൂ. മോള് പേടിക്കണ്ട. വലിച്ചു കയറ്റിയേക്കരുതല്ലോ. ഇല്ല നീ ഇതിന്റെ പാട് നോക്കിയപ്പോ 2 പെഗ് മാത്രം. അളിയാ, ആ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയുള്ള ഒരു പ്രധാന കാരണമുണ്ട്. എന്നളിയാ പറ. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായോ? അതെ. എടാ ഈ ഒരാഴ്ചയായിട്ട് ആ. സ്ഥിരമായിട്ടൊരുത്തൻ ആ. എന്റെ വീടിന്റെ ഗേറ്റിന്റെ വാതിക്കെ വന്നിട്ട് ബൈക്കും കൊണ്ട് വളഞ്ഞൊരൊറ്റ പോക്കാണ്. എടാ പഞ്ചായത്ത് റോഡാണ്, ഇഷ്ടം പോലെ വണ്ടിക്കാർ വരും, വളയ്ക്കും പോവും. അതിന് നിൽക്കുന്ന കുഴപ്പം. ഇവൻ ഈ ബൈക്കും കൊണ്ട് വന്നതൊക്കെ ആ. എന്റെ ഗേറ്റിന്റെ വാതിക്കെ തന്നിട്ട് വളക്കണമെന്ന് എന്താണ് കാര്യം? നിനക്ക് ഏതാണ്ട് പ്രാന്താണ്. എടാ എന്തുമാത്രം ഇടവഴിയുണ്ട്, നല്ല പഞ്ചായത്ത് റോഡുണ്ട്, നേരെയുള്ള വഴിയുണ്ട്, വളഞ്ഞ വഴിയുണ്ട്. ഇവൻ അങ്ങോട്ട് പോക്കൂടെ? ഈ ഗേറ്റിന്റെ വാതിക്കയിലിട്ട് വളക്കുന്നതിലൊരു കാര്യമില്ലേ? അങ്ങനെ നീ പറയുമ്പോൾ ഉണ്ട്. ഉണ്ട്. എടാ സംഭവം എന്താണെന്നറിയാമോ? അവൻ ഇവളെ കാണാനായിട്ട് വരുന്നതാണ്. എനിക്ക് എടാ നിനക്കറിഞ്ഞൂടാ, ഞാൻ ഒന്നാമത് നല്ല പിരിമുറുക്കത്തില്ല. ഒരു കുഴപ്പമില്ല. അതിന്റെ അടിയിൽ ഒരൊറ്റ തട്ട് കേട്ടോ, മേളിലൊരൊറ്റടി പിടിമുറുകിയതാടി അപ്പൊ തുറക്കും. ആ കുപ്പി പൊട്ടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എടാ ഞാൻ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലാണ്. എന്ത് പിടിമുറുക്കാന്ന് നീ എടാ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഇപ്പൊ അവൻ ഇവിടെ വരുന്നത് അവളെ കാണാനായിട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നത് അളിയാ, നീ പറഞ്ഞ വഴി മൈൻഡ് സെറ്റ് ആവട്ടെ. അപ്പൊ അടി വരും, അടി വരും. അളിയ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യ. എനിക്കിത് ഇവളുടെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരത്തില്ലേ? അഥവാ അവക്ക് അങ്ങനെ ഇല്ല. ഇല്ലടാ പാവം. പക്ഷെ അത് അവളുടെ മനസ്സിൽ മൊത്തം അങ്ങ് കിടക്കത്തില്ല. ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞോണ്ട് നിന്നെ കൊന്നപ്പോലും നീ ചോദിക്കരുത്. കാരണം ഒരുപാട് പെങ്കൊച്ചുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അല്ലേ കൊച്ച് ശ്രീദേവിയാടാ, ശ്രീദേവി. എടാ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞു തന്നെ ശരിയാടാ. എങ്കിലും അളിയ ഇത് ചോദിക്കണം. കാരണം ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ഗോവയിലോട്ട് പോകുകയെന്ന് വെച്ചോ, ഇതെന്റെ മനസ്സിൽ കിടക്കും. അതുകൊണ്ടാ പറഞ്ഞു ചോദിക്കണോന്ന്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആലോചിച്ചു നോക്ക്. അല്ലേ ഞാൻ ആലോചിച്ചിട്ട് മൈൻഡ് സെറ്റ് ആവട്ടെ. മദ്യപാനം ഇത്തിരി കൂടുന്നുണ്ട് എന്റെ അളിയാ. ഞാൻ അടിച്ചില്ലെങ്കിൽ അടിക്കില്ല, അടിച്ചു കഴിഞ്ഞ തീ ലെവൽ അടിക്കും. എന്നിട്ട് നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ പോണേക്ക് ഹമ്പ് ചാടുമ്പോ ഇവിടം വരെ കിടക്കണ മദ്യം തുളുമ്പിലെ ചെവികട ഒഴുകണം. അതാണ് എന്റെ ഒരു ലൈൻ. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കളയല്ലേ, ഒന്നും വിലയുള്ള സാധനം. തെറ്റായി വന്നു. അതവനല്ല. അല്ലടാ പോട്ടെ. കാരണം അവനായിരുന്നെങ്കിൽ വളച്ചേനെ. വളച്ചേനെ? അതെ, അവനിട്ട് വളച്ചേനെ. അതെ അതെ അതെ, അതവനല്ല. ഏട്ടാ അച്ചാറ്. നമ്മളിപ്പോ ഇവിടെ അച്ചാറ് ചോദിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ബൈക്കിന്റെ ശബ്ദം കേട്ട് വന്നതാണല്ലോ. അവള് ബൈക്കിന്റെ ശബ്ദം, അവനെ കാണാനായിട്ട് അവളിങ്ങോട്ട് വന്നത്. ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേടാ? എന്റെ അളിയാ എന്തളിയാ? മൈൻഡ് സെറ്റ് ആവട്ടെ. മൈൻഡ് സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പൈന്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? എടാ ഈ കൊച്ചെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കൊച്ചു പൊന്നാണ്. എന്തായാലും അവളോട് ഞാൻ ചോദിക്കുവളിയാ. നീ ചോദിക്കണം. ചോദിക്കണ? വേണ്ട, ഞാൻ ചോദിക്കും. നീ ഏത് സാധനമാണ് ഈ അടിക്കുന്നത്? എന്നാ സാധനമാണ്? ഞാൻ പറഞ്ഞില്ല ഇത് ഫെനിയാണെന്നുള്ളത്. ഒരു സ്ഥിരതയില്ലാത്ത സാധനം. ഒരിക്കൽ പറയണമല്ല പിന്നെ പറയണത്. വല്ലോ കാര്യമുണ്ടോ? ആ കുറ്റം നിന്റെ നിലയിലായി. അളിയാ ഞാൻ തീരുമാനിച്ചു, ഞാൻ ചോദിക്കുന്നില്ല. എന്നെ കൊല്ലും ഞാൻ. ചോദിക്കടാ. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അളിയ വേണ്ടളിയ. അവനല്ല. അവനായിരുന്നെങ്കിൽ ഗേറ്റിന്റെ അവിടെ വളച്ചേരെ. ഒരു ബുള്ളറ്റ് അല്ലേ ഏട്ടാ പോയത്? പോയത് ബുള്ളറ്റാ, പക്ഷെ ബുള്ളറ്റ് എങ്ങും പോയില്ല. ആ ബുള്ളറ്റ് എന്റെ നെഞ്ചിലാ കയറിയ. ചേട്ടാ ഇച്ചിരി നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നട്ട്സ് അറിയാവോ? നട്ട്സ് എന്താന്ന്? അണ്ടിപ്പരിപ്പ. അതെ ഏട്ടാ, സുമേഷിന്റെ വീട്ടിലെ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു 2 വീലർ.
ഇരിപ്പുണ്ട്. എനിക്ക് വേണമായിരുന്നു ചേട്ടാ. എന്നെ കാര്യത്തില് അല്ല, എനിക്ക് ഈ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ ഒരു അത്യാവശ്യത്തിന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇങ്ങനെ കാണാൻ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ല. പരിഹാസവുമാണല്ലോ ദൈവമേ. എന്റെ അഭിപ്രായത്തില് സെക്കൻഡ് ഹാൻഡ് മേടിക്കരുത്. മേടിക്കുകയാണെങ്കിൽ നല്ല പുതിയ കിടക്കാച്ച് ബൈക്ക് എടുക്കണം. അയ്യോ, ബൈക്ക് എടുത്ത് ഇവിടെ ഓടിക്കാൻ ആരുമില്ല. ഇങ്ങാർക്കാണെ അറിയത്തുമില്ല. എനിക്കാണ് ഈ ബൈക്കിന്റെ പുറയിലൊക്കെ ഇങ്ങനെ ചെത്തി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ചേട്ടനൊന്ന് പറയുവോ? ഞാൻ പറയാം ഒന്ന് നോക്കിയേക്കണേ. പറയാം. കണ്ട അത് ഞാൻ കണ്ട അവിടെ പോയി. എടാ, അവക്ക് ബൈക്കിനോടുള്ള ക്രൈസ് നീ കണ്ട? ഇതാണോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം? നിന്നെക്കാളും കൂടുതൽ ക്രൈസ് അവക്ക് ബൈക്കിനോടാണ്. അപ്പൊ അവിടെ മനസ്സിലെന്നെ അറിയാമോ? അനീത്തിപ്രാവ് കൂടുകൂട്ടി തുടങ്ങി ഒരു രാജമല്ലി വിടരുന്ന. ഒരു കാര്യം ഞാൻ എന്തായാലും തീരുമാനിച്ചു. ലോകത്തെ ഒരു ഭർത്താക്കന്മാരും ചെയ്യാത്തൊരു ചെറ്റപ്പരിപാടി നീ ചെയ്യും. ഞാൻ ചെയ്യും. ചെയ്യണമെന്ന് വേറൊന്നുമല്ല. അവള് ബാക്കിയുള്ളവരോട് പെരുമാറുന്ന ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്കറിയണമല്ലോ. അതറിയണം. അതുകൊണ്ട് നീ നൈസായിട്ട് അവളെ ഒന്ന് ടൂൺ ചെയ്യണം. എന്ത് വർത്താനാ പറയണ? കാര്യം എന്നാ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കള്ളു മേടിച്ചു കുടിച്ചിട്ട് അണ്ടിപ്പരിപ്പ് തിന്നത്തില്ലേ? ഞാൻ അങ്ങനെ ചെയ്യില്ലടാ. എടാ ഞാൻ പറഞ്ഞു ഇതൊരു അഭിനയം മാത്രമാണ്, മനസ്സിലായോ? അവളുടെ ക്യാരക്ടർ അറിയാനായിട്ട് എത്രയോ കൂട്ടുകാരന്മാരെ എനിക്കുണ്ട്. ഞാനിത് നിന്നെ തന്നെ ഏൽപ്പിച്ചെന്റെ കാര്യം എന്താണെന്നറിയാവോ? എന്നിലുള്ള വിശ്വാസം അല്ല, അവള് തെണ്ടി തിന്നാലും നിന്റെ കൂടെ വരത്തില്ലെന്ന്. അളിയെന്താണ്ടേ ഈ സാധനം കൂടെ അങ്ങ് കയറ്റിക്കേ. ഞാൻ നൈസായിട്ട് ഇവിടെ മയങ്ങി വീണ പോലെ കിടക്കും. നീ ഒന്ന് അവളെ നൈസായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക. അവളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടിട്ട്. എന്നെ കുറിച്ച് ഇത്രയും കരുതലുള്ള നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. മയങ്ങിയേ ഓഫായതല്ല, ഞാൻ ഓഫാക്കി. അതെ, ഇവൻ എന്നോ നാളെ അങ്ങ് പോവും. അതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോ നമ്പർ ഒന്ന് തരണം. എന്തോന്ന്? വേറെ രാത്രിയോ പകരം എപ്പോഴും ചേട്ടായിനെ വിളിച്ചോ. വല്ല ഗ്യാസ് ബുക്ക് ചെയ്യലോ. ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ബുക്കിംഗ് കൊണ്ട് നടക്കാൻ പറ്റില്ല. വീട്ടിൽ കയറുന്ന അനാവശ്യം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങളൊരു നല്ല മനുഷ്യനായതുകൊണ്ടോ ഞാൻ ഈ കുടുംബത്തിലേക്ക് എന്തോ മനുഷ്യൻ നിങ്ങൾ പറയുന്നത്? ഞാൻ നമ്പർ എപ്പോഴും അത്യാവശ്യമല്ലേ. ഒരു മനുഷ്യൻ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ടോ എന്റെ നമ്പർ വേണോന്ന്? എന്നാ തോന്നിയ ദിവസമാടാ നീ കാണിച്ചോ? ഇങ്ങോട്ട് നോക്കണേ, എന്റെ അണ്ടിപ്പരിപ്പ് മൊത്തം തിന്നവനെ. നീ എന്നാ തോന്നിയ ദിവസം കാണിച്ചേ? നീ എന്നാ തോന്നിയ ദിവസം കാണിച്ചേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ഇവിടെ എങ്ങനെയാ നിക്കണമെന്ന് നീ അറിയണം, മനസ്സിലായോ? നെഞ്ചു പിടഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, മനസ്സിലായോടാ? നമ്പർ ചോദിച്ചല്ലേ? ചോദിച്ചു. സഹോദരന്റെ സ്ഥാനം മോശമായിട്ടൊരു വാക്കുമല്ലോ അവൻ പറഞ്ഞോ? അത് പറഞ്ഞില്ല. ഇല്ല, സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിട്ടാണ് അവനെ നമ്പർ ചോദിച്ചത്. ഓവറാക്കല്ലേ. ഇനി ഇതിന്ന് ഒരു തുള്ളി കുടിച്ചാ നോക്കിക്കോ നിങ്ങൾ. എല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി. അളിയാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പുറത്തുനിന്ന് ആരടിക്കലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആ ബൈക്കുകാരൻ അവൻ തന്നെയാണ് അവളുടെ മനസ്സിൽ. അളിയ നീറുവാ, അളിയ നീറുവാ. നല്ല നീറ്റിലുണ്ടളിയാ, നല്ല നീറ്റിലായിന്. അച്ചാറിന് നീറുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? എന്റെ മനസ്സങ്ങ് അധികമായിട്ട് നീറിക്കൊണ്ടിരിക്കുമെന്നാ പറഞ്ഞത്. ആണ്ടാ നെഞ്ചത്തും തേച്ച് വെച്ച് നെഞ്ചും കൂടെ നീർക്കാനുള്ള പരിപാടിയാണ്. അളിയ അവനാ നമ്മൾ തല്ലും. എന്റെ കൂടെ കട്ടയ്ക്ക് തല്ലാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യം ഏറ്റളിയ. അവന്റെ കേസ് നീ വിട്ടേക്ക് പൊന്നുമോനെ. അവന് ആദ്യത്തടി അളിയൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവൻ ആദ്യത്തടി ഞാൻ അളിയൻ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി അടി അടിക്കും. അവന് നമ്മളിന്ന് അടിച്ചു പിരിക്കും. ഈ അച്ചാറ് വെച്ചിട്ട് പിന്നെ എന്തിനാടാ ക്ലാസ് എടുത്ത് വിഴുങ്ങുന്നത്? എടാ എന്തോ കഷ്ടമാണെന്ന് പറയടാ. എടാ അടിക്കണ്ടാവും വരുന്നുണ്ട്. കുപ്പി അടിച്ചു തീർക്കണ്ടാവും വരണമെന്നല്ല പറഞ്ഞത്. നമ്മൾ അടിക്കണ്ടവൻ ഇപ്പൊ ഇവിടെ എത്തും. ഈ ടൈമിങ്ങിലാണ് അവൻ വരുന്നത്. അവന് നമുക്ക് അടിക്കണോളിയാ. അടിക്കണം. അയ്യോ, അവിടെ എന്തോ ഒരു ബഹളം.
എന്റെ പേര് കേസാവൂടി. എന്തിന് എന്റെ പേര് കേസാവും. എന്തിന് ഞാൻ ആ ബൈക്കിൽ വന്നവനെ തല്ലി. കേസാവും വഴിയെ കൂടെ പോയവന് എന്തോ കാര്യത്തിന് മനുഷ്യൻ നിങ്ങൾ തല്ലിയത്? എടി അത് സംഭവം എന്ന് പറഞ്ഞാലേ, നീ ഇവിടെ സ്ഥിരമായിട്ടുള്ളപ്പോഴത്തേക്ക് അവൻ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് എപ്പോഴും ഇങ്ങനെ വണ്ടി വളച്ചിട്ട് അങ്ങ് പോകത്തില്ലേ? അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ ആരെങ്കിലും കാമുകനോ ആരോ നിന്നെ കാണാനായിട്ട് വരുന്നതാന്ന്. നിങ്ങൾ എന്റെ ഒരു ഭർത്താവാണോ മനുഷ്യ? ഏതൊക്കെ ചെറുപ്പക്കാർ ഈ റോഡിൽ കൂടെ നടക്കുന്നുണ്ട്, അവരൊക്കെ എന്റെ കാമുകന്മാരാണോ? ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. എടി അതല്ലടി സംഭവം. ഞാൻ അവനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സത്യം ഞാൻ അറിഞ്ഞത്. നമ്മുടെ ബാബുവിന്റെ വർക്ക്ഷോപ്പില്ലേ, അവിടെ പുതിയതായിട്ട് പണിക്ക് വന്ന മെക്കാനിക്കാ വണ്ടി റെഡിയാക്കിയിട്ട് നേരെ ഓടിച്ചോണ്ട് വന്ന് ആ വണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാൻ ഈ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാ. ഞാൻ അറിഞ്ഞില്ലടി അവൻ നിന്നെ കാണാൻ വന്നതല്ല, അവൻ വണ്ടി കൊണ്ട് വന്നതാണെന്ന്. അളിയാ പിന്നെ എന്തോ ഈ വിളിയാ. ഇപ്പൊ ഞാൻ ആലോചിച്ചിട്ട് കീറിയാൻ നന്നായിട്ടില്ല. എന്റെ ഭാര്യയാണ് ഞാൻ ഇങ്ങനെ സോപ്പിടുമെന്ന് പറഞ്ഞോണ്ടിരിക്കാൻ നേരത്താണ് അവന്റെ ഒഴി. ഇനി നിനക്ക് സാധനമില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോടാ. നല്ലൊരു കൈയടി നസീർക്ക. നല്ല ഒരു പ്ലേ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ. സൈലൻ്റ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. പക്ഷെ ചിരിക്കാനുള്ളത് ഒരുപാട് ഒന്നും അങ്ങോട്ട് കിട്ടിയില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിരിക്കാനുണ്ട്, ഇല്ലയെന്നും പറയുന്നില്ല. ഈ ഫെനി അടിച്ചാൽ പെട്ടെന്ന് അങ്ങ് പൂസാവൂല്ലേ? അല്ല, മനു അത്രയും അടിച്ചിട്ട് ഒരു 6-7 എണ്ണം അടിച്ചിട്ട് ചുമ്മാ നിൽക്കാൻ. നിനക്ക് പവർ ഉള്ളതുകൊണ്ടായിരിക്കാം. അത്ര പെട്ടെന്ന് സ്ഥിരമല്ല ഗോവയില് ആളായിരിക്കും. നമ്മുടെ പ്രദീപ് 2 എണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിയതായിരിക്കും എന്നാ. ഞാൻ ആദ്യമായിട്ട് അടിക്കണം. അപ്പൊ അതിന്റെ കിക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പിന്നെ ലെവലായി. പിന്നെ സൂര്യശ്രീ ഒരു നല്ലൊരു ഭാര്യ, വീട്ടിൽ നല്ലൊരു ഭാര്യ. സംഭവമൊക്കെ കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു കളി, ബഹളങ്ങളൊന്നുമില്ല. പക്ഷെ ചിരിയുടെ ഒരു അംശം കുറവുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഫീലിംഗ് ആണ് സത്യത്തിൽ, ഒരു സംശയത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് കിടക്കുന്നത്. ഈ സബ്ജക്റ്റിൽ അതാണല്ലോ കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ തമാശകളുടെ ഒരു എലമെൻ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എനർജിയിൽ കളിച്ചിരുന്നാൽ കുറച്ചുകൂടെ ഒരു ഗംഭീരമാക്കമായിരുന്നു. മോശമൊന്നും പറയുന്നില്ല, മോശമല്ല സാധനം, നല്ല രസമുള്ളൊരു കളിയാണ്. തമാശയുടെ ഒരു പോരായ്മയുണ്ട് ഇതിൽ, ശ്രദ്ധിക്കുക അടുത്ത പ്രാവശ്യം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ നന്നായിരുന്നു കേട്ടോ. നല്ല ചിരിക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചിരിച്ചു. തന്നെയല്ല, ഓഡിയൻസ് ആണെങ്കിലും നല്ല ചിരിക്കാനുള്ള കണ്ടന്റ് കിട്ടിയപ്പോൾ അവർ നന്നായിട്ട് ചിരിച്ചു. പിന്നെ ഈ പറയുന്നത് പോലെ ചിരിയുടെ അളവ്, നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ആ ചിരി ഇച്ചിരിയുടെ വേണമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കും തോന്നിയതാണ്. പെർഫോമൻസ് ബേസിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു സംശയം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെ ബൈക്ക് കൊണ്ട് തിരിച്ചു പോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ നല്ല ക്ലൈമാക്സാണ്. ക്ലൈമാക്സിനോട് ഉഗ്രം കൈയടി, കാരണം നമ്മൾ വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് കൊണ്ടെത്തിച്ചു. ടോട്ടൽ നല്ലതായിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ചിരിയുടെ അളവ് ഒരിത്തിരി കുറഞ്ഞു പോയി. അതിന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ നന്നായിരുന്നു, കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നിങ്ങളിന്ന് കൊണ്ടുവന്ന പ്ലോട്ടിന് ഇച്ചിരി വീക്കായി പോയെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം എവിടെയും ഒന്ന് അപ്പായില്ല. തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ഒരേ ലെവലിലങ്ങ് പോയി. സാധാരണ നിങ്ങളുടെ സ്കിറ്റുകൾ ഇങ്ങനെ അല്ല. എനിക്ക് ചിരി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്ഥലത്ത് തെറ്റിയ സ്ഥലത്ത്, പ്രദീപിനൊരു സ്ഥലത്ത് തെറ്റിയപ്പോൾ അതിൽ മനുകുമ്പാരി കയറി പിടിച്ചിട്ട് അതിനൊരു ചിരി വരുത്തി. അവിടെയാണ് നമ്മൾ ഒന്ന് ഇളകി ഒന്ന് ചിരിച്ചത്. ബാക്കി എല്ലായിടത്തും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കുഴപ്പമില്ല. കാര്യം ഈ അടുത്ത കുമ്പാരി വരുമ്പോൾ ഉള്ള സ്കിറ്റുകളെല്ലാം എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് പിടിച്ചുകൊണ്ടാണ് കുമ്പാരി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു അഭിപ്രായം എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് മാറ്റിയിട്ട് ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് പറഞ്ഞു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാൻ ചേട്ടാ. അപ്പോൾ ഈ കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ? ഞാൻ ഒരു 12 മാർക്ക് കൊടുക്കും. 12,000 രൂപ. ഷാജൻ ചേട്ടാ? ഞാനൊരു 8,000 രൂപ കൊടുക്കും. 12 ഇട്ടുമ്പോൾ ടോട്ടൽ 20,000 രൂപ ആയിട്ടുണ്ട്. നസീർക്ക? ബാക്കി ഇതാ എൻ്റെതായിട്ടൊരു ഉള്ള സംഭവം. ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. അടുത്ത പ്രാവശ്യം ഉഷാറാക്കിയാൽ മതി. ഉഗ്രനായിട്ട് വാ. ഗോവിന്ദ് വരുമ്പോ ഒരു സാധനം കൂടെ കേട്ടോ. അടി പറക്കേട്ടോ. ശരി ശരി ശരി. സമരം ചെയ്യും. നീതി പാലിക്കുക, ബാങ്ക് നീതി പാലിക്കുക, ബാങ്ക് നീതി പാലിക്കുക, ബാങ്ക് നീതി പാലിക്കുക. കുടിശ്ശിക എഴുതി തള്ളുക. വിജയം വരെയും ഞങ്ങൾ എന്താ? ഞാൻ സമരമാണ്. സമരമാണോ? ഞാൻ ആദ്യമായിട്ടാ സമരത്തിനെ കാണുന്നത് കേട്ടോ. എല്ലാരും ഇങ്ങനെ സമരം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ സമരത്തിനെ കാണുന്ന ആദ്യമായിട്ടാ. എന്താ സമരത്തിന് വേണ്ടേ? ഞാൻ നിങ്ങളുടെ ബാങ്കിൽ സമരം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അയ്യോ, എന്താണാവോ കാര്യം? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ലക്ഷം രൂപ ഇവിടുന്ന് ലോൺ എടുത്ത് ആ ലോൺ ഞാൻ ഒരു തവണ പോലും അടച്ചിട്ടില്ല. അതെന്റെ മര്യാദ. അത് മര്യാദ കേട്. ആ മര്യാദക്ക് ഞാനിത് അടച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ബാങ്കിൽ നിന്ന് കുറച്ച് പേര് എന്റെ വീട്ടിൽ വന്നിട്ട് പറയാണ് ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന്. അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ജപ്തി ചെയ്യും.
അങ്ങനെ ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വന്ന് വീട് ജപ്തി ചെയ്യും. അല്ല അത് നടക്കൂല. അതെന്താ നടക്കാത്ത? അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേഡത്തിന്റെ വീട്ടിൽ നിന്നാണോ എനിക്ക് എന്റെ വീട്ടിലേക്ക് പൈസ തന്നത്? എന്റെ വീട്ടിൽ നിന്നല്ല. നിങ്ങളുടെ പറമ്പിലെ തേങ്ങയുടെ കാശല്ലല്ലോ. അല്ല. ഇവിടുത്തെ മാനേജറുടെ മകളെ കെട്ടിച്ചിട്ട് ശ്രീധന കാശാണോ? അല്ല. എനിക്ക് ലോൺ തന്നത് ബാങ്ക് അല്ലേ? ബാങ്കാണ്. അപ്പൊ എന്റെ വീട്ടിൽ ബാങ്ക് അല്ലേ വരേണ്ടത്? നിങ്ങൾ എന്തിനു വന്നു? ന്യായമായ ചോദ്യം. അപ്പൊ ഇവിടെ പൈസക്ക് വന്നില്ലേ, ലോണിന് വന്നില്ലേ? അപ്പൊ കൗണ്ടറിൽ നിന്ന് ബാങ്ക് ആണോ നിങ്ങൾക്ക് പൈസ എണ്ണി അങ്ങോട്ട് തന്നേ? കൗണ്ടറിൽ ഇരിക്കുന്ന ക്യാഷ്യർ അല്ലേ പൈസ തന്നത്? അപ്പൊ ഞങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് ജപ്തി ചെയ്യും. ഞാനിപ്പോ എന്തിനു വേണ്ടിട്ട് 2 ലക്ഷം? നീ എന്തിനാണ് ലോൺ എടുത്തത്? ആദ്യം അത് പറ. ഞാന് കൃഷി ചെയ്യാൻ വേണ്ടി 2 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്നിട്ട് കൃഷി ചെയ്തോ? അല്ല, ഇപ്പൊ നമ്മൾ ലോൺ എടുക്കുമ്പോൾ വീട്ടുകാർക്കൊക്കെ ഒരു നിർബന്ധം, നമ്മളൊരു തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് നല്ല കാര്യം തുടങ്ങുമല്ലോ, അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് പോകാന്ന് വെച്ചു. അപ്പൊ ഞാനും എന്റെ ഭാര്യ മകനും കൂടെ പോകാനാണ് ഇരുന്നത്. അപ്പോഴത്തേക്ക് അമ്മായിച്ചനും അമ്മായിക്കും മന്നോന്ന് പറഞ്ഞു, പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും മന്നോന്ന് പറഞ്ഞു, പിന്നെ അമ്മാവനും ബന്ധുക്കാരും കൂടെ വന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടറെ പോകാനാണ് ഞങ്ങളൊരു AC ബസ്സാക്കി. 55 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് തീർത്ഥാടനത്തിന് പോയി. പോണ വഴി മൂന്നാർ, പിന്നെ കൊടൈക്കനാല്, ഊട്ടിയൊക്കെ പോയി. ആ 2 ലക്ഷം രൂപ അങ്ങ് തീർന്നു. എന്നിട്ട് കൃഷി വെള്ളം ചെയ്തോ? കൃഷി ചെയ്തു. അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ നല്ല കൃഷിയായിരുന്നു മൂന്നാറിന്. അവിടുന്ന് ചെയ്ത് കൊടൈക്കനാൽ ചെയ്ത് ചട്ടി വട്ടി സകല സാധനം, പിന്നെ പൊരിമലർ എല്ലാം കൂടെ മേടിച്ച് കാശങ്ങ് തീർത്തു. എടോ നിങ്ങൾ ടൂറ് പോയതിന്റെ പൈസ ബാങ്കിൽ തിരിച്ചടക്കണോ? താൻ കൃഷിയും ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾക്ക് പിന്നെ പൈസ വേണ്ടേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടക്കാൻ പൈസ ഇല്ല. ബാങ്ക് എഴുതി തള്ളണം. അങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. ബാങ്ക് ജപ്തി ചെയ്തിരിക്കും. അന്ന് ഞാൻ ഇവിടെ സമരം ചെയ്യും. ഇവിടെ ഇരിക്കലേ. ഇങ്ങോട്ട് ഇറങ്ങണോ? ഇങ്ങോട്ട് ഇറങ്ങ. എവിടെ കയറി പോന്നു? എന്തൊരു മര്യാദ! നമ്മൾ ലോൺ എടുത്താൽ തിരിച്ചെടുത്തില്ലെങ്കിൽ ഉടനെ ജപ്തി നടപടിയിലേക്ക് സ്വീകരിക്കാണോ നിങ്ങൾ? പറയാൻ ഇവനിത് ഏത് നാട്ടുകാരനാടാ? മര്യാദ ലോൺ അടച്ചില്ലെങ്കിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യടാ. നീ എന്നെ കൂടെ തെറ്റിക്കലടാ. ജപ്തി ചെയ്തില്ലെങ്കിൽ തിരിച്ചട. അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നീ പറയുന്ന ബാങ്കിൽ നമ്മൾ ലോൺ എടുത്ത് തിരിച്ചടക്കാനാണെങ്കിൽ പിന്നെ എന്തിനെടുക്കണം? അതാണ് എന്റെ ന്യായം. കൃഷി ചെയ്യാനാണോ ലോൺ എടുത്തത്? ചെയ്തല്ലോ. അമ്മായച്ചനും അമ്മായിയമ്മ മൂന്നാറിന്. അമ്മായച്ചനും അമ്മായിയൊക്കെ ചട്ടി പിടിച്ചാണോ നിന്റെ കൃഷി? എക്കത്തെയും വെട്ടി വെച്ചാൽ തീർക്കും. എന്റെ പോവില്ല ആൻസൊന്നും. അയാളെ തോക്കുണ്ട് വെടിവെക്കാൻ വേറെ എന്തോരം സ്ഥലം കിടക്കണം. ഞാൻ കഷം കാണിച്ചിട്ട് അവിടെ വേണം വെടിവെക്കാൻ. അയ്യോ അയാളെ കഷത്തിലൊരു തൊള. ഞാനിതല്ലേ പറഞ്ഞു, ഞാൻ കഷം പൊക്കൂലെന്ന്. എന്തോരം ഏരിയ വേറെ കിടക്കണം, അവിടെ ഇട്ട് വെച്ചാ പോരെ. വെടിവെക്കും ഞാൻ പറഞ്ഞാൽ വെടിവെക്കും. ഞാൻ ഈ ബാങ്ക് മോഷണത്തിന് വന്നതാണ്. ബാങ്ക് മോഷണത്തിനല്ല, ബാങ്കിൽ നിന്ന് പൈസ മോഷ്ടിക്കാൻ വന്നതാണെന്ന്. പൈസ ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെക്കും. പൈസ തരാം. മണ്ടത്തരം ഇല്ലൂടെ കാണിച്ച. ബാങ്ക് അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളൂ. ഇപ്പൊ വന്നാൽ എന്തേലും കിട്ടുമോ? ഇന്നലത്തെ അക്കൗണ്ട് അങ്ങോട്ട് അടയ്ക്കാനുള്ള പൈസ 15 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. അത് മതി, എനിക്ക് 15 മതി. പിന്നെ കീറിയതാ പറഞ്ഞതാന്ന് പറഞ്ഞ് നാളെ രാവിലെ വന്നേക്കരുത്. നോട്ട് നോക്കി എടുത്തോണം. ഉള്ള കാര്യം ഞാൻ പറയാം. നല്ല പ്രോത്സാഹനമാണല്ലോ കൊടുക്കണം. അങ്ങനെ എനിക്ക് എന്റെ ജീവനിൽ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഇയാൾക്ക് 15 ലക്ഷം പിന്നെ ഇച്ചിരി സ്വർണ്ണം ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തു. അത് മാറ്റിപ്പോ. ഒരു കാര്യം പറയട്ടെ. അതെ, ഞാനിവിടുന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു 2 വർഷം മുമ്പ്. അത് അടച്ചിട്ടില്ല. അപ്പൊ ഉത്തമൻ എന്നും പറഞ്ഞൊരു പ്രമാണം അവിടെ ഇരിപ്പുണ്ടോ എന്ന് എടുത്തു തരാൻ പറ്റുമോ? ഒരു ചെറിയ സഹായം. എന്താ നിനക്ക് ഉളിപ്പുണ്ടോ? ഒരു ബാങ്കിൽ നിന്നൊക്കെ പൈസ നമ്മൾ കട എടുക്കുമ്പോ തിരിച്ചടക്കാനുള്ള സാമാന്യ ഒരു ഇത് വേണം. അത് കാണിക്കണം. നീ എന്തുവാടാ നീ? ഇവിടെ വല്ല മോഷ്ടിക്കാൻ പോടാ. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നീ ഒരു മനുഷ്യനാടാ നീ. അയ്യോ, പൈസ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഞാൻ കൈ കൊണ്ട് തൊടത്തില്ല. എന്റെ ഫിംഗർ പ്രിന്റ് പ്രതി ഞാൻ കൈ കൊണ്ട് തൊടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ എടുത്തു. പൈസ എടുത്തോ. 15 ലക്ഷം രൂപ ഇത് ഞാൻ ഇന്ന് എടുത്തു തരികയാണ്. ഓക്കെ, എടുത്ത് സഹായിച്ചു കൊടുക്കണം. തോക്കടാ, തിരിച്ചു ചൂട്ടടാ. തോക്കെടുത്ത് ചൂട്ടടാ. തോക്ക നിന്റെ കഷ്ടത്തെ കയറ്റി വെച്ചാൽ തോക്കെടുത്ത്. നീ ഇവിടെ വന്നിട്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോവാന്ന്. ഇതെന്താണ് അടുക്കാത്തെ? അടുക്കില്ല. അതെന്താ അടുക്കാത്തെ? ഒരു മുഴയുണ്ട് മുതുകത്ത്. അയ്യോ, വീട് മാഡം, വീട് അവിടെ കിടന്ന് ജാക്കർ റോസും കളിക്കാതെ വീട്. എന്റെ പൈസ നീ എന്നടാ പറഞ്ഞത്? ഞാൻ ചോദിച്ചപ്പം ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടെന്നാ.
എന്നിട്ട് നീ ബാഗ് മോഷ്ടിക്കാൻ വന്നിരിക്കണം. നീ വലിയ ആള്, ഞാൻ മോശക്കാരൻ. നിന്നോട് ഞാൻ എന്റെ പ്രമാണം എടുത്ത് തരാനല്ലേ പറഞ്ഞല്ലോ, അല്ല അധിക പ്രസംഗം പോലെ ഞാൻ പറഞ്ഞു. അയ്യോ ലോണ് തിരിച്ചടയ്ക്കാം. നീ ലോണ് തിരിച്ചടയ്ക്കാത്ത നീ മോഷ്ടിക്കാൻ വന്നു. നാണം ഉണ്ടോടാ നിനക്കൊക്കെ? മോഷ്ടിച്ച് ജീവിക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? ചേച്ചി, നീ എന്തിനാടാ മോഷ്ടിക്കാൻ വന്നത്? അവസ്ഥയാണ്, എന്റെ ഭാര്യ വിദേശത്താണ്. അവൾ എനിക്ക് കുറച്ച് പൈസ എല്ലാ മാസം അയച്ചു തരും. ഞാൻ അതങ്ങ് ദൂർത്തടിച്ച് അങ്ങോട്ട് തീർന്നു. ഇനി അവൾ നിങ്ങളുടെ തിരിച്ചു വരുമ്പോ എന്റെ പൈസയില്ല കൊടുക്കാൻ തിരിച്ചടക്കാൻ. അപ്പൊ അവള് വരുമ്പോ എങ്ങനെയെങ്കിലും ഒരു 15 ലക്ഷം രൂപയെങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് മോഷ്ടിക്കാനായിട്ട് ഇവിടെ 15 ലക്ഷം രൂപയുള്ളപ്പോ രാവിലെ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത്. എന്നോട് താരെങ്കിലും പറഞ്ഞോടാ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ അവിടെ പൈസ ഇരിപ്പുണ്ട്, അതെടുത്തൊന്ന് ഒന്ന് ഉച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയത്. അറിയാവൂ, അയ്യോ ഇപ്പൊ ഞാനാണ് അവനെ കള്ളനാക്കിയത്. മേഡമാണ് പ്രോത്സാഹിപ്പിച്ചത്. എടോ എനിക്ക് പിള്ളേരുണ്ടോ, അതുങ്ങൾ ഇളയ കൊച്ചെന്നെ അമ്മേന്ന് തീർത്ത് വിളിച്ചു തുടങ്ങിയില്ല. പിന്നെ ഞാനെന്തിനാ അവന്റെ നെഞ്ചി പിടിച്ചിങ്ങനെ നിൽക്കുന്നത്? എടുക്കരുതടാന്ന് പറഞ്ഞോണ്ട് അവനെടുത്തോണ്ട് പോട്ടെ. ഇതൊക്കെ പൈസ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ എന്താന്ന് ഞാൻ വെടിവെക്കണോ? നല്ല സൗകര്യമില്ല. എന്നിട്ട് ഞാൻ അകത്ത് പോകാനല്ലേ? നീ വെടിവെക്കണ? അത് നിന്റെ കട ഞാൻ എഴുതി തള്ളാം, നീ വെടിവെക്ക്. അങ്ങനെ എഴുതി തള്ളണ്ട. ഇവനെ ഇപ്പൊ ഞാൻ വെടിവെക്കണ്ട, പോലീസ് പിടിച്ചോളും, കോടതി ശിക്ഷിച്ചോളും. അതെങ്ങനെ? അതിനല്ലേ മറ്റേ സാധനം ഇവിടെ ഇരിക്കും. ഏത് സാധനം? CCTV. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മളെപ്പോഴും പറയാറുള്ളത് സമയമൊക്കെ ജെറ്റ് പോലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് കാലിക്കറ്റ് എന്ന് വന്ന ഈ എല്ലാവർക്കും ഒരു നല്ല ഗൈഡ് നമ്മുടെ വക. കാര്യം നിങ്ങൾ ഞങ്ങളുടെ ടീമിനെ ത്രൂ ഔട്ട് സപ്പോർട്ട് ചെയ്തു. ബിഗ് ബാൻ ഗാനമേള ടീം അല്ലേ? അപ്പൊ എല്ലാ കലാകാരന്മാർക്കും ഞങ്ങളുടെ ഐറ്റം വേറെയുടെ വക ഒരു വലിയ കൈയടിയും ഒരു താങ്ക്സും കേട്ടോ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഒരുപാട് പൊട്ടിച്ചിരികളും നല്ല നല്ല സ്കിറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.